നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ബി.ജെ.പിക്കും കുറിക്കൊള്ളുന്ന മറുപടിയുമായി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. കഴിഞ്ഞ 5 വർഷം മേയർ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ തനിക്ക് പിന്തുണ നൽകിയവർക്ക് നന്ദിയും കൂടി അറിയിച്ചിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ. ബാലസംഘം മുതൽ മേയർ സ്ഥാനം വരെയുള്ള യാത്ര വൈകാരികമായി ഓർത്തെടുത്തുള്ള ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ആര്യ കൂടെ നിന്നവർക്ക് നന്ദി പറഞ്ഞത്. പദവി ആഗ്രഹിച്ചല്ല തന്റെ പാർട്ടി പ്രവർത്തനമെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന് ആര്യ രാജേന്ദ്രൻ നൽകിയ മറുപടി. രാജീവ് ചന്ദ്രശേഖർ ചെയ്തതിനേക്കാൾ അധികം താൻ ചെയ്തിട്ടുണ്ട്. പറയുന്നവരുടെ വേവലാതി സ്വന്തം രീതികൾ വെച്ചാണെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. പാർലമെന്ററി രംഗത്തിരുന്ന് മാത്രമല്ല ജനങ്ങളെ സേവിക്കുക. രാജീവ് ചന്ദ്രശേഖർ ചെയ്തതിനേക്കാൾ അധികം താൻ ചെയ്തിട്ടുണ്ട്. ബി.ജെ.പിയുടെ ക്രൂരതകൾ പ്രസംഗിച്ച് സജീവമായി ഉണ്ടാകുമെന്നും അവരുടെ തനി നിറം തുറന്നു കാട്ടുമെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ ഫയലുകളും ഓരോ ജീവനുകളാണ് എന്ന് പറയുന്നത് പോലെ മുന്നിലിരിക്കുന്ന ഓരോ മനുഷ്യനും അവർ അർഹിക്കുന്ന പരിഗണന നൽകാൻ നമുക്ക് കഴിയണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് എന്നും ആര്യ രാജേന്ദ്രൻ പറയുകയുണ്ടായി. സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചല്ല താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്നും പാർട്ടി ഏൽപ്പിക്കുന്ന ഏതു ചുമതലയും നിർവഹിക്കുമെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. എന്തായാലും കുറിക്കൊള്ളുന്ന മറുപടിയാണ് ബി.ജെ.പിക്കും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനും ആര്യ രാജേന്ദ്രൻ നൽകിയിരിക്കുന്നത്. അതേസമയം തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രൻ മത്സരിക്കാത്തത് വിഷയമായി ഉയർത്തി ബി.ജെ.പി വികസനം ചർച്ചയാക്കിയതോടെയാണ് ആര്യ രാജേന്ദ്രൻ മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതെന്നും ഭയമാണ് കാരണമെന്നും ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചിരുന്നു. ഇതിന് മറുപടിയുമായിട്ടാണ് ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നത്. ഇത്തവണ മത്സരിച്ച് ജയിച്ചാലും ഡെപ്യൂട്ടി മേയറാകാനേ സാധിക്കൂ. അതാണ് മത്സരിപ്പിക്കാത്തതിന് കാരണമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. ആര്യയെ ലോക്സഭ, നിയമസഭ പോലുള്ള ഉയർന്ന സ്ഥലത്തേക്ക് പരിഗണിക്കുമെന്നും ആദ്യമായി CPM സംസ്ഥാന സെക്രട്ടറി വെളിപ്പെടുത്തുകയുണ്ടായി. എന്തായാലും എന്തുകൊണ്ട് ആര്യയെ തള്ളി, അല്ലെങ്കിൽ ആര്യയ്ക്ക് എന്തുകൊണ്ട് മത്സരിക്കാൻ അനുവാദം കൊടുത്തില്ല, ഈ പ്രാവശ്യം ഒരു അവസരം കിട്ടിയില്ല എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരു വ്യാഖ്യാനം ബി.ജെ.പി കണ്ടെത്തുന്നു. അതിന് മറുപടിയുമായി ആര്യ വരുന്നു. എന്തായാലും ബി.ജെ.പിക്കുള്ള മറുപടി ആര്യ രാജേന്ദ്രൻ നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വളരെ വൈകാരികമായിട്ട് ആര്യ രാജേന്ദ്രൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. ആ ഫേസ്ബുക്ക് കുറിപ്പിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ജനിച്ചു വളർന്ന ഒരു സാധാരണ കുടുംബത്തിലാണ്. തൊഴിലാളിയായ അച്ഛൻ, അമ്മ, ചേട്ടൻ എന്നിവർ അടങ്ങുന്ന കുടുംബ സാഹചര്യം, അച്ഛൻ്റെ അമ്മയുടെ ഉയർന്ന രാഷ്ട്രീയ ബോധം തുടങ്ങിയ നിരവധി കാരണങ്ങൾ കൊണ്ട് ഞാനും ചേട്ടനും ഓർമ്മ വെച്ച കാലം മുതൽ ബാലസംഘം പരിപാടികൾ, സാധ്യമായ പാർട്ടി പരിപാടികളെല്ലാം അവരോടൊപ്പം പങ്കെടുക്കുമായിരുന്നു. എൻ്റെ ബാല്യ കൗമാര കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒരു സാധാരണ കുടുംബം എന്ന നിലയിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികൾ ഉൾപ്പെടെ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ പഠനകാലം മുതൽ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോഴും അച്ഛനും അമ്മയും ഒരിക്കൽ പോലും ആ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടത് ചെയ്യാതിരുന്നിട്ടില്ല. വാടക വീട്ടിലെ പരിമിതമായ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത്. എന്നിലെ രാഷ്ട്രീയത്തെ പാകപ്പെടുത്തുന്നതിൽ ആ ജീവിതം നൽകിയ പാഠങ്ങൾ എത്രമാത്രം സ്വാധീനം ചെലുത്തിയെന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. മുന്നിൽ വരുന്ന മനുഷ്യന്റെ മുഖം വാടിയിരിക്കുന്നതിന്റെ കാരണം വിശന്നിട്ടാണോ വിഷമിച്ചിട്ടാണോ എന്ന് തിരിച്ചറിയാൻ എന്നെ പഠിപ്പിച്ചത് ആ ജീവിതമാണ്. 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി എന്നെ തീരുമാനിക്കുമ്പോൾ എൻ്റെ വയസ്സ് വെറും 21. കോളേജ് പഠനവും സൗഹൃദവുമായി സംഘടനാ ഉത്തരവാദിത്വത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന എനിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് തന്നെ അത്ര സുപരിചിതമായ കാര്യമായിരുന്നില്ല എങ്കിലും മുൻപ് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സ്ക്വാഡ് പ്രവർത്തനത്തിന് സ്ഥാനാർത്ഥികളോടൊപ്പം പോയ പരിചയമുണ്ട്. പക്ഷേ കൂട്ടത്തിലെ ചെറിയ കുട്ടികളായ ഞങ്ങളെ ആളുകൾ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരായി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് എല്ലായ്പ്പോഴും സംശയമാണ്. അങ്ങനെ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ, മുകളിലെ സഖാക്കളുടെ ശക്തമായ പ്രവർത്തനം, കൃഷ്ണൻ സഖാവിന്റെ നേതൃത്വം, ജനങ്ങളുടെ സ്നേഹം, പിന്തുണ എല്ലാം കൊണ്ട് ചരിത്രമുറങ്ങുന്ന മുകളിന്റെ മണ്ണിൽ ഞാൻ വിജയിച്ചു. 2020 ഡിസംബർ 21 കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പതുക്കെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. പിന്നീടാണ് പാർട്ടി കമ്മിറ്റികൾ ചേർന്ന് മേയറായി ചുമതല നൽകിയത്. ജീവിതത്തിലെ ഈ 5 വർഷം എന്നെ സംബന്ധിച്ച് അതിപ്രധാനമാണ്. ഇനി ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഈ കാലത്തിനിടെ നേടിയിട്ടുണ്ട്. വ്യക്തി അധിക്ഷേപം മുതൽ നട്ടാൽ കുരുക്കാത്ത നുണകളുടെ കോട്ടകളെല്ലാം തകർത്ത് ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ സംരക്ഷിച്ചതും എൻ്റെ പാർട്ടി എന്നെ ചേർത്ത് നിർത്തിയതും ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. എത്രയോ ജീവിത സാഹചര്യങ്ങൾ, എത്രയോ കരുതലുകൾ, എത്രയോ സ്നേഹബന്ധങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിയ നിമിഷങ്ങൾ ഈ 5 വർഷങ്ങൾക്കിടയിലുണ്ട്. നാം അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളെക്കാൾ പ്രയാസമേറിയ ജീവിത സാഹചര്യങ്ങളിലെ മനുഷ്യരെ കണ്ടെത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന തീരുമാനങ്ങൾ തുടങ്ങി എണ്ണിയാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വികസന പ്രവർത്തനങ്ങൾ എല്ലാവരുടെ അഭിപ്രായവും നിർദ്ദേശവും കേട്ട് ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന നിലവാരത്തിലേക്ക് നഗരത്തെ ഉയർത്താൻ സാധിച്ചു. രാജ്യത്ത് ആദ്യമായി സുസ്ഥിര വികസനത്തിനുള്ള UN ഹാബിറ്റേറ്റ് അവാർഡ് നമ്മുടെ നഗരത്തിന് കിട്ടുമ്പോൾ എൻ്റെ പേരിനൊപ്പം തിരുവനന്തപുരം ഇന്ത്യ എന്ന് വിളിച്ചത് ഇപ്പോഴും
അഭിമാനത്തോടെ ഓർക്കുകയാണ്. മികച്ച നഗരസഭ എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും തുടങ്ങി വിവിധ അവാർഡുകൾ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ നഗരത്തിന് നേടാനായി. അതിന് നേതൃത്വം നൽകാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്നതിൽ അഭിമാനമുണ്ട്. രാഷ്ട്രീയത്തിലെ ഏറ്റവും തെറ്റായ വ്യാജ പ്രചാരണവും ആക്ഷേപവും പരിഹാസവും ഒക്കെ പ്രചരിപ്പിച്ച ഈ കാലഘട്ടത്തിൽ നഗരത്തിലെ 4 വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ അഭിമാനാർഹമായ വിജയം നേടിയെന്നത് എന്നും ഓർക്കുന്ന ചരിത്ര മുഹൂർത്തമാണ്. ഡെപ്യൂട്ടി മേയർ സഖാവ് PK രാജു നൽകിയ പിന്തുണയ്ക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഒരു മകളെ പോലെ സ്നേഹിക്കുകയും മേയർ എന്ന നിലയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ബഹുമാനവും അംഗീകാരവും നൽകിയ അദ്ദേഹം കൂടി ചേർന്നാണ് ഇതെല്ലാം സാധ്യമായത്. അദ്ദേഹം ഉൾപ്പെടെ ചെയർപേഴ്സൺമാരും കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. പ്രതിസന്ധികൾ മറികടന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഏറ്റവും വലിയ ഊർജ്ജം നൽകിയത് ഈ സർക്കാരാണ്. അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയാണ്. പ്രയാസങ്ങൾ തരണം ചെയ്യാൻ അദ്ദേഹത്തെക്കാൾ നല്ലൊരു ഉദാഹരണമുണ്ടെന്ന് തോന്നുന്നില്ല. യുവജനങ്ങൾക്ക് എത്ര പ്രാധാന്യം അദ്ദേഹം നൽകുന്നു എന്നതിന്റെ അനുഭവസ്ഥയാണ് താൻ. തെറ്റുകൾ തിരുത്തുന്നത് പോലെ പ്രധാനമാണ് ശരിയായ വിഷയങ്ങൾ അഭിനന്ദിക്കുന്നതും എന്നിങ്ങനെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ച് സഹിക്കാൻ കഴിയാത്ത പ്രയാസം വന്നാൽ എപ്പോഴും വേണമെങ്കിലും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഒരുപാട് ദൂരമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ ആ വലിയ മനുഷ്യനോട് എന്നും കടപ്പെട്ടിരിക്കും. അനാവശ്യമായി അങ്ങനെ കയറി ചെല്ലേണ്ടി വന്നില്ലെങ്കിലും അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന ധൈര്യം ചെറുതായിരുന്നില്ല. ഈ അവസരത്തിൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഒരു മനസ്സുകൊണ്ടെങ്കിലും എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരോടും നന്ദി. ആരുടെയും പേര് വിട്ടുപോകാൻ പാടില്ലാത്തത് കൊണ്ട് പേരുകൾ പറയുന്നില്ല. സംസ്ഥാന പാർട്ടി നേതൃത്വം സഹാവ് കോടിയേരി ബാലകൃഷ്ണൻ, MV ഗോവിന്ദൻ മാഷ്, ജില്ലയിലെ പാർട്ടിക്ക് നേതൃത്വം നൽകിയ അനാവൂർ നാഗപ്പൻ, V ജോയ് എന്നിങ്ങനെ താഴെ തട്ട് വരെയുള്ള ഓരോ സഖാക്കളോട് സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ എല്ലാ ഘടകകക്ഷികളോടും നന്ദി. മേയർ, സെക്ഷൻ മേയർ, സെൽ എന്നിങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനം ഏറ്റെടുത്തവരെ നിങ്ങൾ എന്നും എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രായം കുറഞ്ഞ ഒരാളെ തലസ്ഥാനത്തിന്റെ മേയർ എന്ന പദവിയിലേക്ക് എത്തിച്ച എന്റെ പാർട്ടിയുടെ തീരുമാനത്തെ അനുകൂലിച്ചവരെയും പൊതു ഇടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രതിരോധം തീർത്ത ഒരുപാട് മനുഷ്യരെയും ഒരിക്കലും മറക്കില്ല. പൊതുരംഗത്ത് എന്റെ ആദ്യ പാഠശാലയായ എന്റെ ബാലസംഘത്തിലെയും സമരജീവിതത്തിന്റെ കരുത്തു പകർന്ന് എന്നിലെ ആത്മബലത്തെ ഉരുക്കുപോലെ ഉറച്ചതാക്കിയ എന്റെ SFIയിലെയും ഇന്നും എന്റെ രാഷ്ട്രീയത്തെ മൂർച്ചയുള്ളതാക്കി തീർക്കാൻ ആശയക്കരുത്തായി ഒപ്പമുള്ള എന്റെ DYFയിലെയും പ്രിയങ്കരായ സഖാക്കൾക്കും ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാണ് ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.